അമ്മയും മോനും മാത്രമുള്ള ഒരു വീട്. ഒരിക്കലൊരു വൈകിട്ട് പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോൾ അമ്മ മോൻ്റെ അടുത്ത് പറഞ്ഞു, കണ്ണാ, അകത്ത് മെഴുകുതിരി മാച്ച് ബോക്സ് ഇരിപ്പുണ്ട്, നീ എടുത്തിട്ട് വന്ന് കത്തിച്ച് വയ്ക്കുന്നു. മോൻ മാച്ച് ബോക്സ് മെഴുകുതിരി എടുത്തിട്ട് വന്ന് കത്തിച്ച് വയ്ക്കാൻ നോക്കി. അപ്പോൾ ആദ്യത്തെ തീപ്പൊട്ടിക്കൊള്ളി എടുത്ത് കത്തിച്ചപ്പോൾ അത് അണഞ്ഞു പോയി. അവൻ അടുത്തതെടുത്തു, അതും അണഞ്ഞു. മൂന്നാമത്തതെടുത്തു, അതും അണഞ്ഞു. അപ്പോൾ അമ്മ ഇതെല്ലാം കണ്ട് അവനെ തന്നെ നോക്കിയിരിപ്പുണ്ട്. അവരാണെങ്കിൽ ഒരക്ഷരം പോലും തിരിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെ ഓരോരോ കൊള്ളികളായി എടുത്തെടുത്ത് അവസാനം ഒരു കൊള്ളി മാത്രം അവശേഷിച്ചു. അത് കണ്ട് അമ്മ ചോദിച്ചു, ഇനി അവസാനം ഒരു കൊള്ളി മാത്രമേ ഉള്ളൂ ഇതിലെങ്കിലും നീ ഈ മെഴുകുതിരി കത്തിക്കൂ എന്ന്. അവനൊന്നും മിണ്ടിയില്ല. അവൻ നേരെ ചെന്ന് വാതിലടച്ചു, കൂടെ ജനലും. പിന്നെ പതുക്കെ വന്ന് വളരെ ശ്രദ്ധയോടെ അവസാനത്തെ കൊള്ളിയെടുത്ത് ആ മെഴുകുതിരി കത്തിച്ചു. മെഴുകുതിരി കത്തിയതും അവന് ഭയങ്കര സന്തോഷമായി. അവൻ ഓടിച്ചെന്ന് അമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അമ്മ ഇതേ നോക്കിയേ, ഞാൻ മെഴുകുതിരി കത്തിച്ചു എന്ന്. പെട്ടെന്ന് ആ മെഴുകുതിരി അണഞ്ഞു. അവൻ ആകെ അങ്ങ് വല്ലാതായി. അപ്പോൾ ആ അമ്മ മകനോട് ചോദിച്ചു, അവസാനത്തെ തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുമ്പോൾ നീ കാണിച്ച ആ ശ്രദ്ധയില്ലേ, എന്തുകൊണ്ട് അത് നീ ആദ്യത്തെ തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുമ്പോൾ കാണിച്ചില്ല? ആ ശ്രദ്ധ നീ ആദ്യത്തെ തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുമ്പോൾ കാണിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇത്രയും തീപ്പെട്ടിക്കൊള്ളികൾ പാഴായി പോകുമായിരുന്നു. നമ്മളിങ്ങനെ ഇരുട്ടത്തിരിക്കേണ്ടി വരുമായിരുന്നു. ഓരോ തീപ്പെട്ടിക്കൊള്ളിയും നിനക്ക് മെഴുകുതിരി കത്തിക്കാനുള്ള അവസരങ്ങളായിരുന്നു. നീ അത് പാഴാക്കി കളഞ്ഞു. അവസരങ്ങൾ അതൊരു ഒഴുകുന്ന പുഴ പോലെയാണ്. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതൊരിക്കലും നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. നമ്മളാണ് അത് കൃത്യമായി മനസ്സിലാക്കി ഉപയോഗിക്കേണ്ടത്. ഒരവസരം വരുമ്പോൾ പറ്റില്ല എന്ന് തോന്നിയിട്ട് പോലും അതിന് പിറകെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതായിരിക്കും നമ്മുടെ ജീവിതം മാറ്റാൻ പോകുന്നത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ അവസരങ്ങളായിട്ട് കാണണം. കാരണം നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് പിന്നീട് തീരുമാനങ്ങളായി മാറുന്നത്. ആ തീരുമാനത്തിൽ നിന്നായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടാവുന്നത്. ദൈവഭക്തനായ ഒരു പരുന്തുണ്ടായിരുന്നു. ഒരിക്കൽ പരുന്തിനൊരു സംശയം, തൻ്റെ ഭക്തി ദൈവത്തിനറിയോ എന്ന്. പരുന്ത് മുകളിലേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തിനോട് ചോദിച്ചു, ഞാൻ നിൻ്റെ ഭക്തനാണ്, അത് നിനക്കറിയോ എന്ന്. അപ്പോൾ മുകളിൽ നിന്ന് ദൈവം പറഞ്ഞു, എനിക്കറിയാമെന്ന്. പരുന്തിന് ഭയങ്കര സന്തോഷമായി. പരുന്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇന്ന് നീ എനിക്ക് ഭക്ഷണം തരണമെന്ന്. ദൈവം സമ്മതിച്ചു. പരുന്ത് വിചാരിച്ചു, ദൈവം ഭക്ഷണം കൊണ്ടുതരും, അതുകൊണ്ട് ഇന്ന് ഇര തേടാനായിട്ട് പോവണ്ട എന്ന്. സമയം ഇങ്ങനെ പോയി. വൈകുന്നേരം ആവാറായി. ദൈവം പറഞ്ഞ ഭക്ഷണം പരുന്തിന് വന്നില്ല. പരുന്തിന് തോന്നി ദൈവം തന്നെ പറ്റിച്ചു എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം മുകളിൽ നിന്ന് വീണ്ടും പരുന്തിനോട് ചോദിച്ചു, നിനക്കുള്ള ഭക്ഷണം വന്നില്ലേ എന്ന്. അപ്പോൾ പരുന്ത് ഭയങ്കര ദേഷ്യത്തോടെ പറഞ്ഞു, അങ്ങനെ പറ്റിക്കുകയായിരുന്നില്ലേ, എവിടെ എൻ്റെ ഭക്ഷണം എത്തിയില്ലല്ലോ. ദൈവം പറഞ്ഞു, നീ ഒന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്ക്, അവിടെ ഒരു തവളയുണ്ട്, അതായിരുന്നു ഇന്നത്തെ നിന്റെ ഭക്ഷണം. പരുന്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ തവളയതാ മരത്തിനടിയിലുള്ള ഒരു മാളത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നു. ദൈവം പറഞ്ഞു, ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള മനസ്സെങ്കിലും നീ കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നീ പട്ടിണി കിടക്കേണ്ടി വരുമായിരുന്നില്ല. നീ നഷ്ടപ്പെടുത്തിയത് ഒരവസരമാണ്. ഒന്ന് തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് മാത്രം, ഒന്ന് ശ്രമിച്ചു നോക്കാത്തത് കൊണ്ട് മാത്രം ജീവിതത്തിലെ പല അവസരങ്ങളും നമ്മളിൽ പലർക്കും നഷ്ടപ്പെട്ടിട്ടില്ലേ? ആദ്യം വരുന്ന അവസരം അവസാനത്തെ അവസരമായി കണ്ട് അതിനുവേണ്ടി പരിശ്രമിച്ചാൽ ജീവിതത്തിൽ ജയിക്കും. അതല്ല, ഇനിയും ജീവിതത്തിൽ അവസരങ്ങളുണ്ട് എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അവസാനത്തെ തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് അണഞ്ഞുപോയ മെഴുകുതിരി പോലെയാവും ജീവിതവും.